നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. SR കളക്ഷൻസ്, അംബിക ഷോപ്പിംഗ് കോംപ്ലക്സ്, ഹൈസ്കൂളിനു സമീപം, പുത്തൂർ. SR സൈക്കിൾസ് ആൻഡ് ടോയ്സ്, പുത്തൂർ. കോർപ്പറേഷൻ കൗൺസിൽ യോഗം മാറ്റിവെച്ചത് ഭൂരിപക്ഷം നഷ്ടപ്പെടും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണെന്ന് UDF നേതാവ് രാജൻ ജെ പല്ലൻ. വനമഹോത്സവത്തിന്റെ ഭാഗമായി കട്ടിലപ്പൂവം ഗവൺമെന്റ് സ്കൂൾ പരിസരത്ത് മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ മോഹനൻ നിർവഹിച്ചു. മണ്ണുത്തി ചിറക്കാക്കോട് റോഡിൽ സ്കൂട്ടർ വൈദ്യുതി പോസ്റ്റിലിടിച്ച് യുവാവിന് ഗുരുതര പരിക്ക്. NP രാഘവ പൊതുവാളിന്റെ സ്മരണാർത്ഥം മുക്കാട്ടുകര ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. ഇന്നത്തെ സ്പെഷ്യൽ കൗൺസിൽ യോഗം അവസാന നിമിഷം മാറ്റിവെച്ചത് കൗൺസിൽ ഭൂരിപക്ഷം നഷ്ടപ്പെടുമെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ. ഭൂരിപക്ഷം നഷ്ടപ്പെട്ട മേയർ സ്വയം രാജിവെച്ച് പുറത്തു പോകണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഇന്ന് 4:30 സ്പെഷ്യൽ കൗൺസിൽ വിളിച്ചിരുന്നത്. ഇന്നലെ രാത്രിയാണ് സ്പെഷ്യൽ കൗൺസിലിന്റെ അജണ്ട നൽകിയിരുന്നത്. കോൺഗ്രസ് കൗൺസിലർമാർ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലന്റെ നേതൃത്വത്തിൽ കൗൺസിലിന്റെ 3 ഡോറുകളും പൂട്ടിയ നിലയിൽ കണ്ടു. കൗൺസിൽ മാറ്റിവെച്ചു എന്നത് കൗൺസിലർമാർക്ക് രേഖാപ്രകാരം അറിയിക്കാൻ മേയർക്കും CPM നേതൃത്വത്തിനും സാധിച്ചില്ല. കൗൺസിൽ മാറ്റിവെക്കുന്നത് രേഖപ്രകാരം അറിയിക്കണമെന്നാണ് നിയമം. അടിയന്തര പ്രാധാന്യമില്ലാത്ത 7 അജണ്ടകളാണ് സ്പെഷ്യൽ കൗൺസിലിലൂടെ ചർച്ചയില്ലാതെ പാസാക്കാൻ CPM ശ്രമിച്ചത്. ഇത് പരാജയപ്പെടുത്തി CPI, ജനതാദൾ, കോൺഗ്രസ് M, LDF സ്വതന്ത്രന്മാരെ അഭിനന്ദിക്കുന്നുവെന്നും വ്യത്യസ്ത രാഷ്ട്രീയ അഭിപ്രായമുണ്ടെങ്കിലും അഴിമതിക്കെതിരെ പ്രതികരിക്കുവാൻ തയ്യാറായത് സ്വാഗതാർഹമാണെന്നും രാജൻ ജെ പല്ലൻ പറഞ്ഞു. പ്രതിഷേധ സമരം പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ ഉദ്ഘാടനം ചെയ്തു. ഉപനേതാവ് EV സുനിൽ രാജ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജയപ്രകാശ് പൂവത്തിങ്കൽ, മുകേഷ് കൂളപ്പറമ്പിൽ, ശ്യാമള മുരളീധരൻ, കൗൺസിലർമാരായ സിന്ധു ആൻഡ്രോ, അഡ്വക്കേറ്റ് വില്ലി എന്നിവർ സംസാരിച്ചു. കൗൺസിലർമാരായ ലാലി ജെയിംസ്, NA ഗോപകുമാർ, K രാമനാഥൻ, എബി വർഗീസ്, വിനേഷ് തയ്യിൽ, സുനിത ബിനു, റെജി ജോയ്, നിമ്മി റപ്പായി, രന്യ ബൈജു, മേഴ്സി അജി എന്നിവർ നേതൃത്വം നൽകി. ബോധപൂർവ്വം നടത്തിയ ഈ മൂവ്മെന്റ് തടയിട്ടത് കോൺഗ്രസിനേക്കാൾ ഉപരി CPM-ലെ LDF-ലെ കൗൺസിലർമാർ തന്നെയാണ്. അവർ പങ്കെടുക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ രക്തം തിരിഞ്ഞ് നെഞ്ചത്തടിച്ച് മേയറും കൗൺസിലർമാരും കരഞ്ഞു വിളിച്ചിട്ടും അവർ ആരും പങ്കെടുക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ മേയർ ഇപ്പൊ തന്നെ 10 മിനിറ്റ് മുമ്പ് താൽക്കാലിക ജീവനക്കാരെ സ്ത്രീകളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഞങ്ങൾ കൗൺസിൽ മാറ്റിവെച്ചിരിക്കുന്നു, കൗൺസിലുകൾ പൂട്ടിയിരിക്കുന്നു, കൗൺസിലുകളിലെ എല്ലാ റൂമും പൂട്ടിയിരിക്കുന്നു, ഒരാൾക്ക് കിടക്കാൻ പറ്റാത്ത രീതിയിൽ പൂട്ടി ബന്ധപ്പെട്ടിരിക്കുന്നത്. അതിന് പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് കോൺഗ്രസ് കൗൺസിലർമാരെ ഇവിടെ പ്രതിഷേധ സമരം നടത്തുന്നത് ഈ അഴിമതിക്കെതിരെ, സ്വജനപക്ഷപാതത്തിനെതിരെ, കേടുകാര്യസ്ഥിതിക്കെതിരെ, നിയമലംഘനത്തിനെതിരെ, ചട്ടലംഘനത്തിനെതിരെയാണ് ഈ പ്രതിഷേധ സമരം. അതിന്റെ സൂചകമായി കോൺഗ്രസ് കൗൺസിലർമാർക്ക് നൽകിയ സ്പെഷ്യൽ കൗൺസിലിന്റെ അജണ്ട കത്തിച്ചുകൊണ്ട് ഇന്ന് ഈ പ്രതിഷേധ സമരം നടത്തുകയാണ്. പ്രതിഷേധം 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 കൗൺസിലർമാരുടെ പ്രതിഷേധം കൗൺസിലർമാരുടെ പ്രതിഷേധം നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ് നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ് നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ് നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. വനമഹോത്സവ വാരാചരണത്തിന്റെ ഭാഗമായി കട്ടിലപ്പൂവം ഗവൺമെന്റ് സ്കൂളിലും പരിസരത്തും നടന്ന പരിസ്ഥിതി സംരക്ഷണത്തിന് ആവശ്യമായുള്ള മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിന്റെ ഉദ്ഘാടനം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മാടക്കത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ മോഹൻ നിർവഹിച്ചു. പട്ടിക്കാട് ഫോറസ്റ്റ് റേഞ്ചർ AC പ്രജി വിഷയത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. പഞ്ചായത്ത് മെമ്പർ ജെയ്മി, ലയൺസ് ക്ലബ് ഓഫ് മണ്ണുത്തി അഗ്രിസിറ്റിയുടെ വൈസ് പ്രസിഡന്റ് സുരേന്ദ്രൻ, ആൻഡ്രോ മാത്യു, PTA പ്രസിഡന്റ് ശ്രീജൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പ്രിൻസിപ്പൽ ഷാജൻ സ്വാഗതവും പ്രധാന അധ്യാപിക സുധ നന്ദിയും അറിയിച്ചു.
ഡെപ്യൂട്ടി റേഞ്ചർ ലോഹിതാക്ഷൻ, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ, വനസംരക്ഷണ സമിതി അംഗങ്ങൾ, നാട്ടുകാർ, അധ്യാപകർ, കുട്ടികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. എന്തെല്ലാം സംരക്ഷിക്കപ്പെടുന്നു, എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു, എങ്ങനെ പ്രകൃതിയെ സംരക്ഷിക്കുന്നു എന്നുള്ളതൊക്കെ നമുക്ക് കാണേണ്ടതുണ്ട്. ദേശീയ തലത്തിൽ നടക്കുന്ന പരിപാടി വളരെ വിപുലമായാണ് നമ്മുടെ ഗവൺമെന്റും ദേശീയ തലത്തിൽ തന്നെ സംഘടിപ്പിക്കുന്നത്. അതിന്റെ ഒരു ഭാഗമാണ് നിങ്ങൾക്കുള്ള ബോധവൽക്കരണ ക്ലാസും തൈ നടിയിലും വനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് വാരികൾക്കും തൈ നടന്നത് എന്നാണ് അറിഞ്ഞത്. ഇവിടെ എത്തിച്ചേർന്ന് നിങ്ങളെ ഓരോരുത്തരെയും പഞ്ചായത്തിന് വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം നടന്നതായിട്ട് അറിയിക്കുന്നു. പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങളുടെ പ്രധാന കാരണമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് എന്താണ്? നമ്മുടെ ഈ കാലഘട്ടത്തിലുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനവും ബാക്കിയുള്ള എല്ലാ കാരണങ്ങൾക്കും നമ്മൾ കരുതുന്ന എന്താണ് കാരണം എന്നാണ് കരുതുന്നത്? അതായത് വനനശീകരണമാണ് കാരണം അല്ലേ? അപ്പോൾ നമ്മുടെ ഇവിടെ നിലനിൽക്കണമെങ്കിൽ മനുഷ്യരാശിക്ക് നിലനിൽക്കണമെങ്കിൽ എത്ര ശതമാനം വനം വേണം അറിയാമോ? ഏതാ ക്ലാസ് പഠിക്കുന്ന എത്ര ശതമാനം വനം വേണം? പ്ലസ് ടുവിൽ പഠിക്കുന്നതൊക്കെ സാമാന്യ കാര്യമല്ലേ? മണ്ണുത്തി ചിറക്കക്കോട് റോഡിൽ കാർഷിക സർവകലാശാലയുടെ അഗ്രോണമി ഫാമിനു സമീപം സ്കൂട്ടർ അപകടത്തിൽപ്പെട്ട് യുവാവിന് ഗുരുതര പരിക്ക്. ചിറക്കക്കോട് സ്വദേശി മേലിട്ട വീട്ടിൽ നിതിൻ എന്ന 30 വയസ്സുള്ള യുവാവാണ് വ്യാഴാഴ്ച ഉച്ചയോടെ അപകടത്തിൽപ്പെട്ടത്. മണ്ണുത്തി ഭാഗത്ത് നിന്ന് ചിറക്കക്കോട് റോഡിലൂടെ പോകുന്നതിനിടെ റോഡരികിലെ കാനയിൽ വീണ സ്കൂട്ടർ വൈദ്യുതി പോസ്റ്റിൽ തട്ടി തലയിടിച്ചു വീണ് സാരമായ പരിക്കുപറ്റി. സംഭവം കണ്ട വഴിയാത്രക്കാർ ഉടൻ പരിക്കേറ്റയാളെ മുളകുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേരളത്തിലെ 6 സർവകലാശാലകളിലേക്ക് വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിനായി സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് ഗവർണറുടെ തീരുമാനം സ്വാഗതം ചെയ്യുന്നുവെന്ന് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് സംഘവും വർക്കേഴ്സ് സംഘവും വ്യക്തമാക്കി. ഇപ്പോൾ സർവകലാശാലകളുടെ നിലവാരം ദിനംപ്രതി താഴേക്ക് പോകുന്നത് കയ്യും കെട്ടി നോക്കിയിരിക്കാൻ തയ്യാറാകാതെ വിസിമാരെ നിയമിക്കുന്നതിന് ഗവർണർ തീരുമാനിച്ചതിനെ സ്വാഗതം ചെയ്യുന്നതായി ജനറൽ സെക്രട്ടറി പി ബിജു പറഞ്ഞു. ഇടത് വലത് നോമിനികളെ യോഗ്യത നോക്കാതെ നിയമിക്കുന്ന പ്രവണത മാറി യോഗ്യതയുള്ളവരെ നിയമിക്കാൻ നടപടി സ്വീകരിക്കുന്ന ഗവർണർ അനുമോദനം അർഹിക്കുന്നതായി യൂണിയൻ നേതാക്കൾ പറഞ്ഞു. ഏകദേശം 6 സർവകലാശാലകളിലേക്ക് വൈസ് ചാൻസലർ നിയമനത്തിനായിട്ട് സെർച്ച് കമ്മിറ്റികൾ രൂപീകരിച്ച ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ജനകീയനും പ്രിയങ്കരനുമായിട്ടുള്ള ഗവർണറും കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലർ കൂടിയായിട്ടുള്ള ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ അവരുടെ തീരുമാനമുണ്ടായിരിക്കുകയാണ്. കേരള കാർഷിക സർവകലാശാല ഉൾപ്പെടെയുള്ള കേരളത്തിലെ മറ്റ് സർവകലാശാലകളിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ വിവിധ ക്ഷേത്രീയ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഏറെ നാളത്തെ ഒരു ആവശ്യം കൂടിയായിരുന്നു ഈ വിഷയം എന്നത്. മാത്രമല്ല നമ്മുടെ സമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് ഏറെ നാളുകളായിട്ട് ഉയർന്നു വന്നിരുന്ന ഒരു കാര്യം കൂടിയാണ് നമ്മുടെ സർവകലാശാലകളിലൊക്കെ സ്ഥിരമായ വിസിമാരെ നിയമിക്കണം എന്നുള്ളത്. ഇവിടെ എന്ത് നല്ല കാര്യം സംഭവിച്ചാലും അതിനെ പരിഹസിക്കാനും കുറ്റം പറയാനുമായിട്ട് മാത്രം വാതുറക്കുന്ന സ്ഥിരം കോണുകളിൽ നിന്ന് ഒഴികെ നമ്മുടെ സമൂഹത്തിൻ്റെ നന്മ ആഗ്രഹിക്കുന്ന സമസ്ത കോണുകളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ നമുക്കറിയാം നമ്മുടെ സർവകലാശാലകൾ അനുദിനം കുടുംബ സ്ഥാപനങ്ങളും പാർട്ടി സ്ഥാപനങ്ങളും ഒക്കെ മാറ്റിക്കൊണ്ട് ഇവിടുത്തെ ഇടത് വലത് രാഷ്ട്രീയ കക്ഷികൾ നടത്തി വന്നിരുന്ന നീക്കങ്ങളെക്കുറിച്ച് ഇത്തരം നീക്കങ്ങളിലൂടെ നമ്മുടെ സർവകലാശാലകൾ അനുദിനം അതിൻ്റെ നിലവാര തകർച്ച നേരിട്ടുകൊണ്ടിരുന്നപ്പോൾ അത് വീണ്ടെടുക്കുന്നതിനായിട്ട് ഒറ്റയാൾ പോരാട്ടം തുടങ്ങി വെച്ചത് നമ്മുടെ ആദരണീയനായ ഗവർണർ കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ചാൻസലറാണ്. സ്വാതന്ത്ര്യ സമര സേനാനി NP രാഘവ പൊതുവാളിന്റെ സ്മരണാർത്ഥം രൂപം കൊണ്ട രാഘവജി മെമ്മോറിയൽ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ മുക്കാട്ടുകര ഗവൺമെന്റ് LP സ്കൂളിൽ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ട്രസ്റ്റ് ചെയർമാൻ NP രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര നിരൂപകൻ ഡോക്ടർ അരവിന്ദൻ വല്ലച്ചിറ ഉദ്ഘാടനം ചെയ്തു. ഹെഡ്മിസ്റ്റേഴ്സ് PV വനജ, ലക്ഷ്മി ദേവി, K ഗോപാലകൃഷ്ണൻ, ജെൻസൺ ജോസ് കാക്കശ്ശേരി, ശശി നെട്ടിശ്ശേരി, K മാധവൻ, TS ബാലൻ, ചന്ദ്രൻ കോച്ചാട്ടിൽ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ നേതൃത്വം നൽകി. ഭാരതീയ ചികിത്സാ വകുപ്പ്, ഹോമിയോപ്പതി വകുപ്പ്, ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളിൽ യോഗ ഇൻസ്ട്രക്ടറെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. യോഗ്യത ഗവൺമെന്റ് അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള 1 വർഷത്തിൽ കുറയാത്ത യോഗ PG ഡിപ്ലോമ അല്ലെങ്കിൽ സർക്കാർ അംഗീകൃത യൂണിവേഴ്സിറ്റി, സർക്കാർ വകുപ്പ് എന്നിവയിൽ നിന്നുള്ള 1 വർഷത്തിൽ കുറയാത്ത യോഗ സർട്ടിഫിക്കറ്റ് കോഴ്സ്.
പ്രായപരിധി ജൂലൈ 24-ന് 50 വയസ്സ് കവിയരുത്. ബയോഡാറ്റയും ഫോട്ടോയും അസൽ സർട്ടിഫിക്കറ്റുകളും തിരിച്ചറിയൽ രേഖകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും രാമവർമ്മപുരം ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസിൽ ലഭ്യമാക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0487293919. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ തിരിച്ചടിയുടെ ആഘാതത്തിൽ നിന്നും LDFും BJPയും നേടിയ വിജയത്തെ ഓർത്ത് UDF നടത്തുന്ന വിശകലനം അടുത്ത കാലത്ത് അവസാനിക്കില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. BJP പാലക്കാട് ജില്ലാ നേതൃയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പാലക്കാട്, ചേലക്കര എന്നിവിടങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിന് ശേഷവും തുടർച്ചയായി വിശകലനം വേണ്ടിവരും. കേരളത്തിൽ CPM സമ്പൂർണ്ണ തകർച്ചയിലാണ്. UDFന്റെ സ്ഥിതിയും വ്യത്യസ്തമല്ല. ഭരണവിരുദ്ധ വികാരത്തിന്റെ പ്രയോജനവും UDFന് ലഭിക്കാത്ത തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. BJPക്കെതിരെ 6 പതിറ്റാണ്ടായി ഇരു മുന്നണികളും നടത്തിവന്ന പ്രചരണങ്ങൾക്കുള്ള തിരിച്ചടിയാണ് വിജയം. പരാജയം LDF പഠിച്ചിട്ടില്ല. തിരുത്തലുകൾ വരുത്തുമെന്ന് പറയുന്നതല്ലാതെ ഒന്നിനും കഴിയുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അസ്തമയത്തിലേക്ക് നീങ്ങുമ്പോൾ ദേശീയ പ്രസ്ഥാനമായ BJP ഉദിക്കുകയാണെന്ന് K. സുരേന്ദ്രൻ പറഞ്ഞു. സിറ്റിംഗ് MPമാരുടെ ബൂത്തിൽ പോലും BJP മുന്നിൽ. BJPയുടെ വോട്ട് വർധന LDFനും UDFനും തിരിച്ചടിയായിരിക്കുകയാണ്. സർവനാശത്തിന്റെ വക്കിലാണ് CPM. അതേസമയം ഇടതുപക്ഷം നശിച്ചു കാണാൻ ആഗ്രഹിക്കുന്നില്ലെന്ന നിലപാടിലാണ് കോൺഗ്രസ്. ഇടതുപക്ഷത്തെ സമ്പൂർണ്ണ പതനത്തിലേക്ക് നയിച്ചത് നേതാക്കളാണ്. പിണറായി വിജയനും കുടുംബവും നടത്തുന്ന അഴിമതി അവസാനിപ്പിച്ചിരുന്നുവെങ്കിൽ പാർട്ടിക്ക് ഈ ഗതികേട് ഉണ്ടാവില്ലായിരുന്നു. പാർട്ടി പ്ലീനത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ പിണറായി വിജയന് മാത്രം ഇളവ് നൽകി അദ്ദേഹത്തിന്റെയും കുടുംബത്തിന്റെയും വിദേശയാത്രകളും കച്ചവടങ്ങളും ഉൾപ്പെടെ കാര്യങ്ങൾ പാർട്ടിക്ക് അറിയണ്ട. പാർട്ടി തത്വങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ CPMന്റെ നാശത്തിലേക്ക് നയിച്ചുവെന്ന് പറയാനുള്ള ആർജവം ഒരു നേതാവിനുമില്ല. 1 സീറ്റിൽ നിന്നും 20 സീറ്റിലേക്കുള്ള BJPയുടെ വിജയം വിദൂരമല്ലെന്ന് സുരേന്ദ്രൻ പറഞ്ഞു. ഇനിയൊരു ഇടവേള. സ്കൂൾ ആൻഡ് ഫാൻസി ഐറ്റംസിന്റെ വലിയ ലോകം SR കളക്ഷൻസ് പുത്തൂർ. ബാഗുകൾ, നോട്ട് ബുക്കുകൾ തുടങ്ങി എല്ലാ സ്കൂൾ ഐറ്റംസിനുമൊപ്പം ഫാൻസി ആഭരണങ്ങൾ, ഇമിറ്റേഷൻ ആഭരണങ്ങൾ, ലേഡീസ് ബാഗുകൾ, ഗിഫ്റ്റ് ആൻഡ് സ്പോർട്സ് ഐറ്റംസ്, ജെന്റ്സ് ആൻഡ് ലേഡീസ് ഫുഡ് വെയറുകൾ, ബർത്ത്ഡേ ഐറ്റംസ് തുടങ്ങിയവയുടെ വലിയ സെലക്ഷനുമായി SR കളക്ഷൻസ്, അംബിക ഷോപ്പിംഗ് കോംപ്ലക്സ്, ഹൈസ്കൂളിനു സമീപം, പുത്തൂർ. ന്യൂ ബോൺ ബേബി വെയേഴ്സ്, കുട്ടികൾക്കായുള്ള ടോയ്സ്, സൈക്കിളുകൾ തുടങ്ങിയവയ്ക്കൊപ്പം സ്റ്റീൽ ആൻഡ് പ്ലാസ്റ്റിക് പാത്രങ്ങൾ, കിച്ചൺ ഐറ്റംസ്, കസേരകൾ തുടങ്ങിയവയുമായി SR സൈക്കിൾസ് ആൻഡ് ടോയ്സ്, പുത്തൂർ. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. മെഡിപ്ലസ് ഓർത്തോ, ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മണ്ണുത്തി. അസ്ഥി, വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 5:30 മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി, മൂക്ക്, തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ രോഗികളെ പരിശോധിക്കുന്നു. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ, ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ബുക്കിംഗിനായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, ഡിജിറ്റൽ എക്സ്റേ, ലബോറട്ടറി ആൻഡ് ECG, സുവർണ ബസാർ, മാർക്കറ്റ് റോഡ്, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. You have any sort of depression? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട?
മൂട്ടിയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, പിന്നെ റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. അതെ, അവര് തിരിച്ചു മറിച്ചും ഒക്കെ ചോദിക്കും. പക്ഷെ നമ്മള് വിട്ട് ഒന്നും പറയാൻ പോരുത്. അല്ലച്ചാ, സ്വർണം വാങ്ങാൻ പോയതാന്ന് പറഞ്ഞ എന്താ കുഴപ്പം? മോളെ, അന്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്ന് ഹോൾസെയിൽ വിലയിൽ കിട്ടിയോണ്ടാണല്ലോ നമുക്ക് ഇത്രയും സ്വർണം വാങ്ങാൻ പറ്റിയത്. ഈ രഹസ്യം ഇപ്പൊ അങ്ങനെ ആരും അറിഞ്ഞു ചോദിക്കണ്ട. ആഹാ, ഒരു രഹസ്യം പറയാനുണ്ട്. കല്യാണത്തിനുള്ള ആഭരണങ്ങള് നല്ല ലാഭത്തിൽ വാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്. തൃശ്ശൂരിലെ അന്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. അതെ അതെ. ആഭരണങ്ങൾ അഭിമാനത്തോടെ അന്ന ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തൻപള്ളിക്ക് പുറകുവശം, എരിഞ്ഞേരിയങ്ങാടി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. നിർമ്മിത ബുദ്ധിയെക്കുറിച്ചുള്ള പുസ്തകത്തിന്റെ പ്രകാശനം ജൂലൈ 6 ശനിയാഴ്ച എലൈറ്റ് ഹോട്ടലിൽ സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ പി ഷാലിജ നിർവഹിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥികളായ സോണി തോമസ് അമ്പൂക്കൻ, സഞ്ജയ് ഗോപിനാഥ് എന്നിവരാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യുവർ ഫ്രണ്ട്ലി ഗൈഡ് ടു ദി ടീച്ചർ എന്ന പുസ്തകം എഴുതി പ്രസിദ്ധീകരിക്കുന്നത്. ഈ നൂതന വിഷയത്തിൽ ആരും പിന്തള്ളപ്പെടാതിരിക്കാനായി കേരളത്തിലെ വിദ്യാർത്ഥികളുമായും മുതിർന്ന പൗരന്മാരുമായും നിർമ്മിത ബുദ്ധിയെക്കുറിച്ചുള്ള അറിവുകൾ പങ്കിടാൻ പുസ്തക രചയിതാക്കൾക്ക് പദ്ധതിയുണ്ട്. വായനശാലകളും വിദ്യാലയങ്ങളുമായി സഹകരിച്ച് ഈ വിഷയത്തിൽ പഠന ക്ലാസ് നടത്താൻ തയ്യാറെടുക്കുകയാണ്. നിർമ്മിത ബുദ്ധി തങ്ങളുടെ ധാരണയ്ക്ക് അതീതമാണെന്ന് കരുതുന്നവരെ പുരോഗതിയിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നത് മാറ്റിയെടുക്കാൻ ലളിതമായ ഭാഷയിൽ സാധാരണക്കാർക്കായി പുസ്തകം പ്രകാശനം ചെയ്യുകയാണെന്ന് വാർത്താ സമ്മേളനത്തിൽ സോണി തോമസ് അമ്പുക്കൻ, സഞ്ജയ് ഗോപിനാഥ്, രാമകൃഷ്ണൻ, NI വർഗീസ് എന്നിവർ അറിയിച്ചു. കേരളത്തിന്റെ മുതൽക്കൂട്ടായ ഞാറ്റുവേലകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പരമ്പരാഗത കൃഷി രീതികളെക്കുറിച്ചുള്ള അവബോധം പുതിയ തലമുറയിൽ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ മാടക്കത്തറ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന് കീഴിൽ കാർഷിക സഭയും ഞാറ്റുവേലയും നടന്നു. കേരള അഗ്രോ മിഷണറി കോർപ്പറേഷൻ അഥവാ കാംകോയിലെ ജീവനക്കാരൻ SMAM എന്ന പദ്ധതിയെക്കുറിച്ച് ക്ലാസ് എടുത്തു. വെതർ ബേസ്ഡ് ക്രോപ്പ് ഇൻഷുറൻസ് എന്ന ടീമിനെ കുറിച്ചും ക്ലാസ് നടന്നു. കൃഷിഭവനിൽ നടക്കുന്ന പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ കൃഷി ഓഫീസർ അവതരിപ്പിച്ചു. ചിങ്ങം 1 ആദരിക്കപ്പെടേണ്ട 15 കർഷകരുടെ അപേക്ഷ ക്ഷണിച്ചു. എംപ്ലോയബിലിറ്റി സെന്റർ, ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പാലക്കാട് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ 2 സ്വകാര്യ സ്ഥാപനങ്ങളിലേക്കുള്ള എഞ്ചിനീയർ, ഡ്രാഫ്റ്റ്മാൻ, ഫാബ്രിക്കേറ്റർ, ഫിറ്റർ, വെൽഡർ, പെയിന്റർ എന്നീ ഒഴിവുകൾ നികത്തുന്നതിനായി ജൂലൈ 6 രാവിലെ 10:30 ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ അഭിമുഖം നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 049125052204. പ്രധാനമന്ത്രിയുടെ തൊഴിൽ ദാന പദ്ധതി പ്രകാരം ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ എടുത്തവർക്ക് സബ്സിഡി നൽകാത്തതിൽ പ്രതിഷേധിച്ച് പ്രധാനമന്ത്രിക്ക് 1000 കത്തുകൾ അയക്കുമെന്ന് KSEC വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വായ്പയെടുത്ത കടക്കിണിയിലായ ആയിരക്കണക്കിന് സംരംഭകരെ രക്ഷിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണം. പദ്ധതി പ്രകാരമുള്ള 35% സബ്സിഡി ബാങ്കിലെത്തിയിട്ടും സംഖ്യ വായ്പയിൽ വരവ് വയ്ക്കുന്നില്ല. 2016-17 മുതൽ വായ്പ എടുത്തവരാണ് കടക്കിണിയിലായത്. ഇങ്ങനെ പ്രതിസന്ധി നേരിടുന്നവർ 9447023851 എന്ന നമ്പറിൽ ബന്ധപ്പെടണം. വാർത്താ സമ്മേളനത്തിൽ PJ ഡേവിസ്, ജെയിംസ് P. ജോർജ്, അസീസ് ആവേലം, KP കലാധരൻ എന്നിവർ പങ്കെടുത്തു. അസാപ് കേരള, കേരള നോളജ് എക്കോണമി മിഷൻ, കുടുംബശ്രീ മിഷൻ, DDUGKY എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ജോബ് ഫെയർ 2024 സംഘടിപ്പിക്കുന്നു. ജൂലൈ 6 രാവിലെ 9:30 മുതൽ കുന്നംകുളം അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ജോബ് ഫെയർ നടക്കും. SSLC, +2, ഡിപ്ലോമ, ഡിഗ്രി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ടെലികോളർ മുതൽ മാനേജർ വരെയുള്ള 100ഓളം ഒഴിവുകളിലേക്കുള്ള ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 808-918-8155. മറ്റൊരിടവേള കൂടി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ.
മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം, മണ്ണുത്തി. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി. നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487-237-4285. മൊബൈൽ 9061858682. വാർത്തകളിലേക്ക് വീണ്ടും. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും ഉയർന്നു. പവന് 520 രൂപ ഉയർന്നു. സ്വർണം പവന് 53,600 രൂപയായി. 1 ഗ്രാം സ്വർണത്തിന്റെ വിലയിൽ 65 രൂപ ഉയർന്ന് 6,700 രൂപയായി. ഓഹരി വിപണിയിലെ ചലനങ്ങളും അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങളുമാണ് സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നത്. ഈ മാസം ആദ്യം 53,000 രൂപയിൽ താഴെ വന്നതിന് ശേഷം വീണ്ടും വില വർധനവുണ്ടായി. തൃശൂർ പൂത്തോളിൽ പ്രവർത്തിക്കുന്ന ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മണിക്കൂർ വേതന അടിസ്ഥാനത്തിൽ താൽക്കാലിക അധ്യാപക ഒഴിവുണ്ട്. യോഗ്യത ന്യൂഡൽഹി NCHMCT, സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്നിവയിൽ ഏതെങ്കിലും അംഗീകരിച്ച സ്ഥാപനത്തിൽ നിന്ന് 50% മാർക്കിൽ കുറയാത്ത 3 വർഷ ഹോട്ടൽ മാനേജ്മെന്റ് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ. സർക്കാർ കോളേജിൽ ഏതെങ്കിലും 2 വർഷത്തെ അധ്യാപന പരിചയം. താൽപര്യമുള്ളവർക്ക് സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം ജൂലൈ 5-നകം അപേക്ഷിക്കാം. ഫോൺ നമ്പർ 0487-238-4253. ഇക്കൊല്ലത്തെ കക്കാട്ട് പുരസ്കാരം തിമില ആചാര്യൻ പരക്കാട് തങ്കപ്പൻ മാരാർക്കും മേളാചാര്യ പുരസ്കാരം മേളപ്രമാണി വെള്ളത്തിരുത്തി ഉണ്ണിനായർക്കും നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ക്യാഷ് അവാർഡും പൊന്നാടയും പ്രശസ്തി പത്രവുമാണ് ഉപഹാരമായി നൽകുക. കക്കാട് വാദ്യകലാ ക്ഷേത്രത്തിന്റെ 24ാം വാർഷിക പൊതുയോഗത്തിൽ വെച്ച് ജൂലൈ 28-ന് രാവിലെ 9 മണിക്ക് കുന്നംകുളം ടൗൺ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. വിവിധ മത്സര വിജയികൾക്ക് ഉപഹാര വിതരണമുണ്ടാകും. വാദ്യകലാ ക്ഷേത്രം അംഗങ്ങളുടെ കലാപരിപാടികളും ഉണ്ടാകും. വാർത്താ സമ്മേളനത്തിൽ കക്കാട് രാജപ്പൻ മാരാർ, സുരേഷ് കുറുപ്പ്, മധു കെ നായർ, MK ബിജു മാരാർ, EN ശ്രീകാന്ത് എന്നിവർ പങ്കെടുത്തു. കണ്ണമ്പുഴ മണ്ണുത്തി ദേവസി ഭാര്യ മാത്തിരി അന്തരിച്ചു. 90 വയസ്സായിരുന്നു. സംസ്കാരം പറവട്ടാനി വിമലനാഥ ദേവാലയത്തിൽ നാളെ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോർപ്പറേഷൻ കൗൺസിൽ യോഗം മാറ്റിവെച്ചത് ഭൂരിപക്ഷം നഷ്ടപ്പെടും എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണെന്ന് UDF നേതാവ് രാജൻ ജെ പല്ലൻ. വനമഹോത്സവത്തിന്റെ ഭാഗമായി കട്ടിലപ്പൂവം ഗവൺമെന്റ് സ്കൂൾ പരിസരത്ത് മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ മോഹനൻ നിർവഹിച്ചു. മണ്ണുത്തി ചിറക്കാക്കോട് റോഡിൽ സ്കൂട്ടർ വൈദ്യുതി പോസ്റ്റിലിടിച്ച് യുവാവിന് ഗുരുതര പരിക്ക്. NP രാഘവ പൊതുവാളിന്റെ സ്മരണാർത്ഥം മുക്കാട്ടുകര ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.